ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു ഓൺലൈൻ ഗോൾഡ് പർച്ചേസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ കരിമണിമാല ഓൺലൈൻ പർച്ചേസ് ചെയ്തു. അതിനുശേഷം ഒരു കുഞ്ഞു തുമ്പി കമ്മൽ നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ അത് സെക്കൻഡ് സ്റ്റഡ് ആയിട്ടൊക്കെ ഞാൻ യൂസ് ചെയ്തു കേട്ടോ. വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത്. നല്ല ഭംഗിയുണ്ട് എന്നുള്ളൊരു അഭിപ്രായം എല്ലാവരുടെയും നിന്നും കിട്ടിയിട്ടോ. അപ്പോൾ എനിക്കും വളരെ ഹാപ്പി, ഞാനും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് ഐറ്റം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ ഗൈസ്. എന്താ അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഐറ്റം ഞാനിത് അവിടെ ഓപ്പൺ ചെയ്യാണ് കേട്ടോ. ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്തത്. നമുക്ക് നോക്കിയാലോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആവുമ്പോൾ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് തോന്നില്ല. നമുക്ക് ഒരുപാട് ഈ ഒരു റേറ്റിന് ഇപ്പോൾ ഒരുപാടൊന്നും പർച്ചേസ് ചെയ്യാനുള്ള ബഡ്ജറ്റ് നമ്മുടെ അടുത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വാങ്ങാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നല്ലതല്ലേ. പാക്കിംഗ് ഒക്കെ ഭയങ്കര സൂപ്പറാണ് കേട്ടോ. നല്ല സേഫ് ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ഞാനിതൊരു ഓൺലൈൻ ജ്വല്ലറി നിന്നാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലെ അവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓർഡർ കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇതാ പേഴ്സ്, ഇതാ കണ്ടില്ലേ, നല്ല പാക്കിംഗ് ഒക്കെയാണ്. നമുക്ക് കരിമണിമാല വാങ്ങുമ്പോൾ ഒരു റെഡ് കളർ പേഴ്സായിരുന്നു. ഇപ്പം ഇത് അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളർ പേഴ്സ്. നമ്മൾ തുമ്പിക്കമ്മൽ വാങ്ങിയപ്പോൾ വേറൊരു ടൈപ്പ് പേഴ്സായിരുന്നു. നല്ല രസമില്ലേ കാണാൻ. പേഴ്സ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ കൂടെ ബില്ലൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കിയാലോ. വ്യാപാരോത്സവം നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു കൂപ്പണൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. ബില്ലൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നമ്മുടെ മെയിൻ ഐറ്റം നമുക്ക് കണ്ടാലോ. ഇതാട്ടോ നമ്മുടെ മെയിൻ ഐറ്റം. അപ്പോൾ നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം എന്താണെന്നല്ലേ, ഇതാ ഒരു കുഞ്ഞു മോതിരം. കാണുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതാ ക്യാമറയിൽ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താ കണ്ടില്ലേ, നല്ല രസമില്ലേ കാണാൻ. ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ട് ചുറ്റും വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ വെച്ചിരിക്കുന്നത്. എനിക്കിത് നന്നായി ഇഷ്ടപ്പെട്ടു. ഈ ഒരു കുറേ ടൈപ്പ്, ഈ കല്ലിൽ കുറേ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ഫുള്ള് വൈറ്റ് സ്റ്റോൺ തന്നെയായിരുന്നു. ഇവിടെ ബ്ലാക്ക് സ്റ്റോണിന് പകരം നമുക്ക് റെഡും ഗ്രീനും അങ്ങനത്തെ കുറേ കളേഴ്സിൽ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ എനിക്ക് ബ്ലാക്ക് എൻ്റെ ഫേവറേറ്റ് കളറാണ്. ഞാൻ കരിമണിമാല വാങ്ങാൻ തന്നെ കാര്യം അതാണ് കേട്ടോ. ആ ഒരു ബ്ലാക്ക് നമ്മൾ എന്തിട്ടാലും നമുക്ക് എന്താ പറയുക, നമ്മുടെ അമ്മമാരൊക്കെ പറയാറില്ലേ, ദൃഷ്ടിയൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്ക് എപ്പോഴും നമുക്ക് നല്ലതാണെന്ന്. ഞാൻ അതുകൊണ്ടൊന്നും വാങ്ങിയതല്ല കേട്ടോ. എനിക്ക് ബ്ലാക്ക് കളർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. നല്ല രസമായിട്ടില്ലേ കാണാൻ. ഇത് കണ്ടോ, എന്ത് ക്യൂട്ടാണിത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇത് കണ്ടോ, നല്ല രസമായിട്ടില്ലേ നോക്കൂ. നല്ല തിളക്കമുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ഇത് ബ്ലാക്ക് ആവുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ വെയർ ചെയ്ത് കഴിയുമ്പോൾ
നല്ല ഭംഗിയായിരിക്കും. ഈ പറഞ്ഞ പോലെ ഏത് ഡ്രസ്സിനും നമുക്ക് ബ്ലാക്കും വൈറ്റും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡ്രസ്സിന് വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല രസമില്ലേ കാണണം. അപ്പോൾ ഇത് ഞാനൊന്ന് ഇതിൻ്റെ അളവുണ്ടല്ലോ, നമുക്ക് സ്കെയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു കൊടുത്തത്. കാരണം എനിക്കിത് മോതിരം എങ്ങനെയാണ് നമ്മൾ ജ്വല്ലറിയിലൊക്കെ പോയി വാങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് നോക്കിയിട്ടാണല്ലോ നമ്മൾ എടുക്കുക. ഇത് പക്ഷെ അങ്ങനെ പറ്റില്ലല്ലോ. നമ്മൾ ഓൺലൈനിൽ വാങ്ങുമ്പോൾ അത് നമുക്ക് പോസിബിൾ അല്ലാത്തത് കൊണ്ട് ഞാനിത് എങ്ങനെയാണിത് മെഷർ ചെയ്യാമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു സ്കെയിൽ എടുത്തിട്ട്, ഒരു സ്റ്റീൽ സ്കെയിൽ, ഏതെങ്കിലും ഒരു സ്കെയിൽ എടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു മോതിരം ഉണ്ടല്ലോ, ഇതിങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ആ സ്കെയിലിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മിഡിലിൽ കിട്ടുന്ന ഈ ഒരു ലെങ്ത്ത് ഉണ്ടല്ലോ, ആ ലെങ്ത്താണ് നമ്മുടെ മോതിരത്തിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കൊടുത്തത്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റിൽ ഇത് നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു. കാരണം എനിക്ക് എപ്പോഴും ഒരു മോതിരം എനിക്ക് എപ്പോഴും കിട്ടാറില്ല. കാരണം കുഞ്ഞു മോതിരം മതിയാവും. എനിക്ക് വലിയ മോതിരമൊന്നും വേണ്ട, കുഞ്ഞു മോതിരമാണ് മതിയാവുക. അപ്പോൾ ആ ഒരു അളവ് എനിക്ക് എപ്പോഴും ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ പക്ഷെ ഇത് കറക്റ്റാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നന്നായിട്ടില്ലേ? നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. അപ്പോൾ നന്നായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സൂപ്പറായിട്ടില്ലേ? എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കണ്ടില്ലേ, നല്ല രസമായിട്ടില്ലേ? അപ്പോൾ ഇത് ഇതിപ്പോൾ എനിക്ക് ഈ ഒരു മോതിര വിരലിൽ ഇടാൻ പറ്റുന്നുണ്ട്. നോക്കട്ടെ, ഈ നടുവുള്ള ഈ വിരലിൽ ഇടാൻ പറ്റുന്നുണ്ടോയെന്ന്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള വിരലിൽ ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ പെയർ ചെയ്യും. ഇതിൽ ഇത്തിരി ടൈറ്റാണ് കേട്ടോ, ഈ ഒരു വിരലിൽ ഇത്തിരി ടൈറ്റാണ്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് പൊതുവെ സ്റ്റോണൊക്കെ വെച്ച മോതിരമൊക്കെ ഭയങ്കര ക്രേസാണ് കേട്ടോ വാങ്ങാൻ. കാരണം നമുക്ക് മോതിരമൊക്കെ ആകുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഗ്രാമല്ലേ അതിൽ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കത് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല. നമുക്ക് വലിയ വലിയ ഐറ്റം പോലെ അല്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് പൈസയൊക്കെ ഇങ്ങനെ ചേർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വാങ്ങാൻ പറ്റും. നമുക്ക് ജ്വല്ലറി പോയി വാങ്ങാം, അല്ലെങ്കിൽ ഇതുപോലെ ഓൺലൈൻ ജ്വല്ലറിയിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ജ്വല്ലറിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നാണെങ്കിൽ വാങ്ങാം. അപ്പോൾ നന്നായിട്ടില്ലേ ഇത്? അപ്പം ഇനി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഗ്രാമൊക്കെ ഇതാണ്ടോ, ഇതിപ്പോൾ നമ്മൾ ബില്ല് ഞാൻ കാണിച്ചു തരാം. ജ്വല്ലറി ഒന്നും പറയുന്നില്ല, ബില്ല് കാണിച്ചു തരാം കേട്ടോ. റിങ് 916 ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.10 1 ഗ്രാമും 10 മില്ലിയും ആണ് കേട്ടോ ഇതിൻ്റെ വെയിറ്റ്. പിന്നെ നമുക്ക് എന്താ പറയുക, സ്റ്റോൺസിൻ്റെ വെയിറ്റ് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മേക്കിംഗ് ചാർജും 10.66% മേക്കിംഗ് ചാർജ് എടുത്തിട്ടുണ്ട്. 10% കൂടുതൽ മേക്കിംഗ് ചാർജ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ GST അതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ട് 8,400 ആണ് ഇതിൽ വന്നിരിക്കുന്നത്. 8,400 ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, 8,155 ആണ് റേറ്റ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ GST ഒക്കെ ആഡ് ചെയ്തിട്ട് 8,400 ആണ് ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1 ഗ്രാമും അതുപോലെ തന്നെ 10 ml ആണ്. ഇത് കണ്ടില്ലേ, നല്ല കുഴപ്പമില്ല. നമുക്ക് ആ ഒരു റേറ്റൊക്കെ ആകുമ്പോൾ വലിയ കുഴപ്പം വരില്ല. ഒരു വലിയ എമൗണ്ടൊക്കെ തന്നെയാണ്, പക്ഷെ എന്നാലും കുറച്ച് നമ്മൾ ഇപ്പോഴത്തെ റേറ്റിന് നമ്മൾ എന്താ പറയുക, ഒരു 60,000 ഒന്നും ഇല്ലാതെ ഒരു പവൻ നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നത് നല്ലൊരു സേവിങ്സ് ആണ് കേട്ടോ. ഗോൾഡ് എന്ന് പറയുന്നത് നല്ലൊരു സേവിങ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. അപ്പോൾ ഓൺലൈനിൽ വാങ്ങിയ കുഞ്ഞു മോതിരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടാലോ. ഈ ഒരു ചെറിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷമായി തോന്നുന്നുണ്ട് കേട്ടോ. ഇത് വാങ്ങുന്നതിനേക്കാളും ഒരു ഹാപ്പിനെസ്സാണ് എനിക്ക് ഇത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുമായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ.